എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ എല്ലാ കാകാസും അവരിപ്പോ കാറയുടെ സീലിംഗ് ജിപ്സുവില് അങ്ങനെ പെട്ടുകിടക്കാണ്. പക്ഷെ അടുത്ത സെക്കൻഡില് അവരുടെ സീലിംഗ് ജിപ്സു അത് ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങും. റേക്കാക പറയും, എന്നെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സീലിംഗ് ജിപ്സ് ബ്രേക്ക് ആയത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ടെമറിയും ടീമും അവരങ്ങനെ ഓടി വന്ന് വില്ലന്മാരെ മുഴുവനായിട്ടും ഇപ്പൊ റൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫിജികാകെ ആളിപ്പോ ആ സെക്കൻഡ് ഫിജികാകെ പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആൾ അവിടെ നിന്ന് ഇൻവിസിബിൾ ആയി മറ്റെവിടേക്കോ പോവും. മിസുകാക നിലവിളിച്ച് പറയും, നിങ്ങൾ ആരും ദയവ് ചെയ്ത് എന്നെ സറൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യരുത്. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആരും എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. മിസുകാക ആളുടെ പവർ മുഴുവനായിട്ടും ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അതിനുശേഷം ആളുടെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ സമറിന് ആനിമലെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ടമരിയും അവളുടെ കുറച്ച് അസിസ്റ്റൻസും ഇപ്പൊ റേക്കാഗയുടെ മുൻപിലേക്ക് വരും. റേക്കാഗ ആണെങ്കിൽ ആളെ എങ്ങനെ സീൽ ചെയ്യാം എന്ന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ടെമരിക്ക് പറഞ്ഞു കൊടുക്കും. ടെമരിയോട് പറയും, എനിക്ക് അധിക നേരം എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അടുത്ത നിമിഷം തന്നെ എന്റെ അറ്റാക്ക് ആരംഭിക്കും. മറ്റൊരു ഭാഗത്ത് മിസുകാക ആള് ഗാറയോട് ചോദിക്കും, നിന്റെ കയ്യില് അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഗാറ അല്പസമയം എന്തോ കാര്യമായിട്ട് ചിന്തിക്കും. അതിനുശേഷം അവിടെയുള്ള ഷിനോബികളോട് പറയും, സബോർഡിനേറ്റ്സ്, നിങ്ങൾക്ക് മുൻപില് ഞാനിവരെ വിട്ടുതരാണ്. ഇനി നിങ്ങൾ വേണം ഈ കാകാസിനെ മുഴുവൻ സീൽ ചെയ്യാൻ. അത് കേട്ട് അവര് അങ്ങനെ ഷോക്കാവും. ഇവൻ എന്താ പറയണെന്ന് പറഞ്ഞ് അവരിപ്പോ പരസ്പരം നോക്കാണ്. അതിന് മിസുകാക ടെൻഷനായിട്ട് ഇപ്പൊ ഗാരയോട് പറയും, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഞാനൊരു വലിയ ഗെഞ്ചിപ്സു ക്രിയേറ്റർ ആണ്. എനിക്ക് ഭയങ്കര പവർ ഉണ്ട്. കിലോമീറ്ററുകൾക്കപ്പുറം എൻജിപ്സ് ഉപയോഗിച്ച് എന്നെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയും. സോ ദയവ് ചെയ്ത് നിന്റെ സബോർഡിനേറ്റ്സിനെ എന്റെ മുൻപിൽ വിട്ടിട്ട് പോകരുത്. ഈ ഒരു അവസ്ഥയിൽ എന്നെയും എന്റെ കൂടെയുള്ള കാകാസിനെയും നിനക്ക് മാത്രമേ സീൽ ചെയ്യാൻ കഴിയൂ. പക്ഷെ ഗാറയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് കടന്നു പോകും. ഷിനോബികൾ വിളിച്ചു പറയും, കാസികാക പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പോവാം. ഇവരുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. മിസുകാകയ്ക്കാണെങ്കിൽ ആളുടെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നോ എന്ന് പറഞ്ഞ് അലറി കാറാൻ തുടങ്ങും. മിസുകാക ഫുൾ കലിപ്പില് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ആള് ക്രിയേറ്റ് ചെയ്ത ആ സമറിൻ ആനിമല് അതിന്റെ ബോഡിയിൽ നിന്ന് എന്തോ ഒരു വാട്ടർ ഇപ്പൊ പുറത്തേക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങും. മിസുകാക വീണ്ടും പറയും, ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക്. ഡയറക്റ്റ് ആയിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റേതെങ്കിലും ഭാഗത്തൂടെ എന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യ്. മറ്റൊരു ഭാഗത്ത് അപ്പൂപ്പ ഒക്കാക ആളൊരു പ്രത്യേക ജിപ്സു ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. ആളിന് ചുറ്റും ഒരുപാട് കൈ പോലെ എന്തൊക്കെയോ പുറത്തേക്ക് വരും. ആൾ ഓപ്പണന്റിനെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് ആളെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആളെ 5 കൈകള് ഇപ്പൊ ആളുടെ ക്ലൗണുകളാക്കി മാറ്റി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇവിടെയാണെങ്കിൽ ഷിനോബികളെല്ലാം ചേർന്ന് അറഞ്ചം പുറഞ്ചം മിസുകാകെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ആൾക്ക് ഒരു പോറൽ പോലും പറ്റില്ല. മിസുകാക അവരോട് കെഞ്ചും, നിങ്ങളുടെ ഫിസിക്കൽ അറ്റാക്ക് അതെന്റെ ബോഡിയിൽ ഏശില്ല, ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്ക്. അതിന് ഷിനോബികൾ ചോദിക്കും, പിന്നെങ്ങനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത്? ആ വിധം കൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞതാ. മറ്റൊരു ഭാഗത്ത് ഗാറ അവനിപ്പോ അവന്റെ സാൻഡ് പവർ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ മിസുകാക പറയും, ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ സമറിൻ ജിപ്സു അത് വേണം നിങ്ങൾ ആദ്യം തകർക്കാൻ. അതാണ് ഒരുപാട് ഇല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. സോ ലോങ് റേഞ്ചിലേക്ക് പോയി അതിനെ ആഞ്ഞ് അറ്റാക്ക് ചെയ്യണം. നിങ്ങളുടെ ഫുൾ പവർ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്ത് തകർത്ത പിന്നൊന്നും പേടിക്കാനായിട്ടില്ല. ഷിനോബികളെല്ലാം അവരുടെ വെപ്പൻസ് അത് വീണ്ടും പിടിച്ച് വലിച്ചെടുത്ത് ആ ഒരു സമറിൻ ആനിമലിന്റെ ഷെല്ല് അതിനു നേരെ വലിച്ചെറിയും. പക്ഷേ ആ ആയുധങ്ങളെല്ലാം തന്നെ ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് അങ്ങനെ തെറിച്ചു പോവും. സമറിൻ ആനിമലിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. മിസുകാക പറയും, ആ റിയൽ ആനിമലിനെ വേണം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അതിന്റെ വെറും ക്ലൗണിനെയാണ്. ആദ്യം റിയൽ സമറിൻ ആനിമലെ കണ്ടെത്തി അതിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണം. പക്ഷേ ഷിനോബികള് അവർ ഒരുപാട് നേരം ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് അതിനെ കണ്ടെത്താനോ മിസുകാകനെ അറ്റാക്ക് ചെയ്യാനോ സാധിക്കില്ല. കട്ട് ചെയ്ത അപ്പൂപ്പ ഹൊക്കാക ആളിപ്പോ ആളുടെ ക്ലൗൺസുമായിട്ട് സെക്കൻഡ് മിസുകാകയുടെ അടുത്തേക്ക് വരും. പക്ഷെ സെക്കൻഡ് വെച്ച് മിസുകാക ക്ലൗൺസിനെ എല്ലാം തന്നെ തല്ലി കൊല്ലാണ്. എന്നിട്ട് അങ്ങനെ കറങ്ങി വന്ന് അപ്പൂപ്പ ഹൊക്കാകയുടെ തൊട്ടു പുറകിൽ വരും. അത് കണ്ട് ഗാറ അവൻ നിലവിളിച്ച് പറയും, ഹൊക്കാക ഓടിക്കോ, ആള് നിങ്ങളുടെ തൊട്ടു പുറകിലുണ്ട്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. നറൂട്ടോയെ കാണുമ്പോ ഇപ്പൊ ഗാറയ്ക്ക് ഒരുപാട് സന്തോഷാവും. കുട്ടപ്പനുടനെ ഗാരയുടെ സാൻഡ് അത് കുട്ടപ്പന് കൊടുക്കാൻ പറയും. ഗാരയാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് സാൻഡ് വലിച്ചെറിയും. ഉടനെ കുട്ടപ്പൻ അവൻ റസൻ ഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അതാ സാൻഡിൽ ഇടിച്ച് അവൻ ഫുൾ ഫോഴ്സില് ഇപ്പൊ പുറകിലേക്ക് തെറിച്ചു പോവും. മുകളിലേക്ക് പോയി അതിന്റെ ഡബിൾ സ്പീഡില് ഇപ്പൊ കുട്ടപ്പൻ തിരിച്ചു വരും. റസൻ ഗൺ പവർ അതങ്ങനെ കയ്യിലെടുത്ത് സെക്കൻഡ് ഫിജികാഗയുടെ നെഞ്ചിൽ തന്നെ
ആഞ്ഞൊരു അടി. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു അടിയില് ഇപ്പൊ സെക്കൻഡ് ഫിജിക്കാകെ ആള് തെറിച്ചടിച്ചു വീഴും. അത് കണ്ട് അപ്പൂപ്പ നോക്കാകെ ആളിപ്പോ ഓടി വന്ന് ആളുടെ ജിപ്സ് ഉപയോഗിച്ച് സെക്കൻഡ് ഫിജിക്കാകെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യും. അവസാനമായിട്ട് സാറ അവന്റെ സാൻഡ് വെച്ച് സെക്കൻഡ് ഫിജിക്കാകെ ഇപ്പൊ പതിയെ പതിയെ സെയിൽ ചെയ്ത് കഴിഞ്ഞു. കുട്ടപ്പൻ ഗാരയോട് പറയും, വെൽഡൻ, നീ കറക്റ്റ് ആയിട്ട് ആള് സെയിൽ ചെയ്തു. അതുപോലെ തന്നെ അപ്പൂപ്പനെ നോക്കി പറയും, നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടെങ്കിലും നിങ്ങളുടെ പവറിന് ഇതുവരെ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിന് അപ്പൂപ്പ ഹൊക്കാകെ ആള് ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് നിന്നെ കഴിഞ്ഞും ഒരുപാട് പ്രായമുണ്ട്, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ. ഗാറയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കാണ്. ഗാറ കുട്ടപ്പനോട് ചോദിക്കും, നീ എന്ത് ധൈര്യത്തിലാ ഇവിടേക്ക് വന്നേ? സത്യം പറ, എന്താ ഉണ്ടായേ? അതിന് കുട്ടപ്പൻ പറയും, എല്ലാം ഞാൻ പറയാം, പക്ഷെ കുറച്ച് സമയം നീ എനിക്ക് തരണം. ഗാറ പറയും, എനിക്കൊന്നും കേൾക്കണ്ട, നീ എത്രയും പെട്ടെന്ന് നിന്നെ എവിടെയാണോ സേഫായിട്ട് ഇരുത്തിയത് അവിടേക്ക് തിരികെ പോണം. അപ്പോഴായിരിക്കും ഷിക്കാഗോ ആളിപ്പോ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവിടേക്ക് കണക്ട് ചെയ്യുക. ഷിക്കാഗോ പറയും, ഗാറ, അപ്പൂപ്പ ഹൊക്കാകെ, നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സമ്മതത്തോടു കൂടെയാണ് കുട്ടപ്പൻ ഇപ്പോ ബാറ്റിൽ ഫീൽഡിലേക്ക് വന്നത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവന്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ആരംഭിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ മിസുകാകെ കാണിക്കും. ആൾക്കു ചുറ്റുമുള്ള ഷിനോബികള് അവരെല്ലാവരും ഒരുപാട് അടിയൊക്കെ കിട്ടി അങ്ങനെ വീണ് കിടക്കുകയാണ്. മിസുകാക പറയും, നിങ്ങൾ ശരിക്കും ഷിനോബികൾ തന്നെയാണോ? നിങ്ങൾക്ക് ഇത്രയും പവറേ ഉള്ളോ? ഇനിയും സമയം വൈകിയ വലിയ അപകടമാണ്. സോ എത്രയും പെട്ടെന്ന് എന്നെ അറ്റാക്ക് ചെയ്യ്. അതിനൊരു ഷിനോബി പറയും, മിസുകാകെ, നിങ്ങൾ ശരിക്കും ഭയങ്കര പവർഫുൾ ആണ്. കട്ട് ചെയ്താ നമ്മുടെ കുട്ടപ്പൻ അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ഗാറയോടും അപ്പൂപ്പ ഹൊക്കാഗയോടും പറയും. അപ്പൊ ഗാറ കുട്ടപ്പനോട് ചോദിക്കും, ഈ 9 പവർ അതിപ്പോ നീ ഫുൾ ടൈം ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ ഉപയോഗിച്ചാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലേ? അതിന് കുട്ടപ്പൻ ചിരിക്കും. കുട്ടപ്പൻ പറയും, ഗാറ, നീ ഇപ്പോ കസികാകയായി, ഞാനും എത്രയും പെട്ടെന്ന് ഒരു ഒക്കാകയായി മാറും. സോ അതുകൊണ്ട് എന്നെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നീ കാണരുത്. ഈ 9 അതിപ്പോ എന്റെ കൺട്രോളിലാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിക്കില്ല. കുട്ടപ്പൻ പറയും, ഞാൻ റൈറ്റ് നോക്കാം, നിങ്ങള് ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോ. അതിന് കാർ നിലവിളിച്ച് പറയും, കുട്ടപ്പ, അവിടെ റേക്കാകയാണുള്ളത്, നിന്റെ ഓരോ മൂവ്മെന്റ്സും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഗാറ അപ്പൂപ്പ ഹൊക്കാഗയോട് പറയും, നമ്മൾ നേരിടാൻ പോകുന്നത് ആ മിസുകാകയാണ്. ആളെ കൊണ്ട് ലോങ് റേഞ്ചില് സമ്മറിന് അറ്റാക്ക് ചെയ്യാൻ കഴിയും. കട്ട് ചെയ്താ ഇവിടെ മിസുകാകയെ കാണിക്കും. മിസുകാക മിസ്റ്റ് വില്ലേജിലുള്ള ഒരു ഷിനോബിയെ വിളിക്കും. അവനോട് ചോദിക്കും, നിനക്കെന്റെ പവർ അതറിയില്ലേ? എന്റെ അറ്റാക്കിംഗ് മോഡ് അതെങ്ങനെയായിരിക്കുമെന്ന് നിനക്കൊരു പിടിയുമില്ലേ? അതിനവൻ പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ സെക്കൻഡ് മിസുകാകയാണ്. എനിക്കറിയാവുന്നത് 5th മിസുകാകയുടെ പവറുകളും എബിലിറ്റിയും മാത്രമാണ്. അത് കേട്ട് സെക്കൻഡ് മിസുകാകെ ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അപ്പോഴായിരിക്കും മിസുകാക ആളുടെ ചുറ്റും എന്തോ ഒരു പവർ അങ്ങനെ റിലീസ് ആവുന്നത് കാണുക. മിസുകാക പറയും, എന്റെ കൺട്രോള് അത് പോയി തുടങ്ങി, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യ്. ഇനിയും തമാശ കളിച്ചിരുന്ന നിങ്ങളെ കൊണ്ട് ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാനാവില്ല. അപ്പോഴായിരിക്കും സാക്ഷാൽ ഗാറ അവനിപ്പോ അവിടേക്ക് ചാടി വീണ് അവന്റെ സാൻഡ് പവർ വെച്ച് മിസുകാകയുടെ അറ്റാക്ക് അത് കറക്റ്റായിട്ട് പ്രിവെന്റ് ചെയ്യുക. പക്ഷെ അല്പസമയം കഴിയുമ്പോ ഇപ്പൊ ഗാരയുടെ സാൻഡ് അതിപ്പോ അങ്ങനെ ഉരുകി താഴേക്ക് വീഴും. മിസുകാക പറയും, ഞാൻ എത്ര തവണ എന്റെ പവറിനെ കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നു, എന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും എന്റെ ദേഹത്ത് ഒരു അറ്റാക്ക് പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മിസുകാക പറയും, ഇത് യഥാർത്ഥ ഞാനല്ല, എന്റെ യഥാർത്ഥ രൂപം അതൊരു ഗെൻജിപ്സ് വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ്, അത് വേണം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ. കട്ട് ചെയ്താ ഇവിടെ അപ്പൂപ്പ ഹൊക്കാകെ ആളിപ്പോ ആ സമ്മറിൻ ആനിമലിനെ അതിനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അപ്പൂപ്പ ഹൊക്കാക ആളുടെ കയ്യിലേക്ക് ഇപ്പൊ മുഴുവൻ പവറും കൊണ്ടുവന്ന് ആ സമ്മറിൻ ആനിമലിന്റെ ഷെല്ലിന് തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു പവർഫുൾ ഇടിയില് ആ സെല്ല് തകർന്ന് സമ്മറിൻ ആനിമല് അത് പതിയെ പതിയെ അങ്ങനെ നശിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡില് മിസുകാകെ ആളൊരു വാട്ടർ ഗണ്ണ് ആളുടെ വിരലിലൂടെ ഒരു വാട്ടർ ബുള്ളറ്റ് ഫുൾ ഫോഴ്സില് അട്ടിച്ച് തെറിപ്പിച്ച് അപ്പാപ്പ ഹൊക്കാഗയുടെ നേർക്ക് വിടാണ്. ആ ഒരു ബുള്ളറ്റ് ഇപ്പൊ അപ്പൂപ്പ ഹൊക്കാഗയുടെ ബോഡിയിലൂടെ തറച്ച് കയറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.